ഇതേതാ സ്ഥലം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്ര ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ്, അതായത് മൂന്നാറുള്ളത്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഫസ്റ്റ് യാത്ര ഞങ്ങളുടെ ആയതുകൊണ്ട് ബസ് ഫുള്ളാകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ ഫസ്റ്റ് ഇറങ്ങാനുള്ള കാരണം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണാനും പിന്നെ നല്ല അടിപൊളി വ്യൂ കിട്ടാനും നല്ല ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ടായിരുന്നു. പോകുന്നിടയിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ടു. അവിടെ ബസ് നിർത്തിയാണ്ട് ഈ ടേണിംഗ് പോയിൻ്റ് വരെയുള്ളൂ നമുക്ക് ബസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ നടക്കണം. ഞങ്ങളെല്ലാവരും ഈ കോടമഞ്ഞിൻ്റെ ഇടയിലൂടെ നല്ല അടിപൊളി നല്ല തണുപ്പായിരുന്നു, അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോയി. പിന്നെ ഈ തണുപ്പിലൂടെ ഇവരിങ്ങനെ നടന്നപ്പോൾ ഇവരെ കൊണ്ട് റൊമാൻറ്റിക് വീഡിയോ ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നപ്പോൾ ഇവരെ കൊണ്ട് ഓരോ വീഡിയോ എടുപ്പിച്ച് അതിലൊരു ഐഡിയ വന്നു. പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി വ്യൂ, നല്ല ഇത്രക്കും ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ മൂന്നാർ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റത്തെ വണ്ടിയല്ല ഞങ്ങളത്, അതുകൊണ്ട് ഫുള്ള് ഫ്രീ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും നടന്ന് ഫോട്ടോ എടുക്കാനും ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കഴിഞ്ഞു. ഞാൻ ഇത്രയ്ക്ക് ഭംഗി ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ഞങ്ങൾ 4-5 പ്രാവശ്യം മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് ആദ്യമായിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഞാൻ പിന്നെ കാക്കൂനെ കൊണ്ടും കുഞ്ഞിത്താനെ കൊണ്ടും ഓരോ വീഡിയോ ഒക്കെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് ഓരോ കപ്പിൾ വീഡിയോ കൈ കൊണ്ട് കറങ്ങാൻ പറയലും അവർക്കും വേണ്ട ഒരു എൻജോയ്മെൻറ്റ് നമ്മുടെ കൂടെ പോകുന്നതല്ലേ. പിന്നെ ഞങ്ങൾ രണ്ടോളം ഇങ്ങനെ ആസ്വദിച്ച് അതിലെങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീഡിയോ അല്ലെങ്കിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സ്വിറ്റ്സർലാൻഡ് ഫീലായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമായിരുന്നു അത്. ഇതിന്നൊക്കെ അടിപൊളി കുറേ ഫോട്ടോസ് എടുത്തു, അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ മൂന്നാറിനെ പറ്റിയിട്ടുള്ള VR അതിൻ്റെ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 7 പേരും അതിൽ ടിക്കറ്റ് എടുത്തു. മൂന്നാറിൻ്റെ ചരിത്രം എങ്ങനെയാണ്, അവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ VR കാണാമെന്ന് കരുതി ഞാനും എടുത്തൊരു ടിക്കറ്റ്. ഞങ്ങൾ VR വരുന്നത് 100 രൂപയാണ് ഒരു ടിക്കറ്റിന് വരുന്നത്. അങ്ങനെ 700 രൂപ 7 പേർക്ക്. അതേപോലെ ഞങ്ങൾ ഓൺലൈനിലാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അത് നമുക്ക് 200 റുപ്പീസാണ് അഡൽട്ടിന് വരുന്നത്, കിഡ്സിന് 150 റുപ്പീസും. അവിടെ ഒരിടത്തിൽ 360 കിട്ടാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാബൊക്കെ ഫുൾ കറക്കിയിരുന്നു തല. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഒറിജിനാലിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ കുഴപ്പമില്ല. എന്തായാലും 100 രൂപയ്ക്ക് വേർത്താണ്. എന്നാൽ പിന്നെ ഇങ്ങനെ തൊട്ടില്ല ആടുന്ന പോലെ ഇങ്ങനെ ആടുണ്ടായിരുന്നു. ഫിസാനൊക്കെ ആകെ കറങ്ങി, തല എടുത്ത് ഇങ്ങനെ കറക്കിയത്. പിന്നെ ആ പ്രോഗ്രാമും കഴിഞ്ഞ് ഞങ്ങൾ നേരെ മടങ്ങി.